പോകുന്ന വഴിക്ക് കുറേ മുരിങ്ങ കണ്ടപ്പം അമ്മയ്ക്കൊക്കെ ഭയങ്കര ഭ്രാന്തായി കേട്ടോ. അപ്പോഴത്തേക്ക് അച്ഛൻ പറയായിരുന്നു അമ്പലത്തിലോട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ട അടിക്കും. അവിടെ ഇറങ്ങാം, ഫ്രീ ആണ് കേട്ടോ. അവിടെയാണ് സൗജന്യ മുടിമുണ്ടന കേന്ദ്രം ഉള്ളത്. നിങ്ങളും അവിടെ തന്നെ ഇറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഫാമിലിയിലെ മുട്ടകളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. ആ മുട്ടകളും ദേ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊരു മുട്ട ദേ കണ്ണാടിയൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നു. നമുക്ക് പഴനിമല കയറാം. മുട്ടയെല്ലാം അടിച്ചു കഴിഞ്ഞാൽ കേട്ടോ എല്ലാവരും. പഴനിമല ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളിപ്പം മധുരയിൽ നിന്ന് നേരെ പഴനിയിലേക്ക് പോവാണ്. സോ അവിടെ ചെന്നിട്ടുള്ള വിശേഷം അവിടെ ചെന്ന് നോക്കാം. പോകുന്ന വഴിക്ക് കുറേ മുരിങ്ങ കണ്ടപ്പം അമ്മയ്ക്കൊക്കെ ഭയങ്കര ഭ്രാന്തായി കേട്ടോ. അപ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നു ഇത് കാണുമ്പോ ഒരു ഭംഗിയാണ് നിൽക്കുന്ന. ഓരോ ദിവസം ഓരോ മാസം അത് കിളുത്ത് വരുമ്പോ ഓരോ ആഴ്ച അതിന് തലക്കം കണ്ടിച്ചു വിടുക. നമ്മൾ പഴനി അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതും. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. ഗൈസ്, നമ്മൾ അമ്പലത്തിലോട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേശുക്കുട്ടനുണ്ട്. കേശുക്കുട്ടോ അവൻ്റെ തല ഇന്ന് നമ്മൾ മുട്ട അടിക്കും. എല്ലാവരും കൂടെ നമ്മൾ ഇന്ന് ഇലക്ട്രിക് കാറിന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇലക്ട്രിക് കാറിന് കയറിയിട്ട് പഴനിയുടെ അവിടെ ഇറങ്ങാം. ഫ്രീ ആണ് സർവീസ്. നമുക്ക് ഇലക്ട്രിക് കാറൊക്കെ അങ്ങനെ നമുക്ക് ഇലക്ട്രിക് കാർ കിട്ടിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇലക്ട്രിക് കാറെ കയറി. ബാക്കിയുള്ളവർ മറ്റ് ഇലക്ട്രിക് കാറിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഗേറ്റ് 2-ലാണ് ഇറങ്ങിയത് കേട്ടോ. അവിടെയാണ് സൗജന്യ മുടിമുണ്ടന കേന്ദ്രം ഉള്ളത്. നിങ്ങളും അവിടെ തന്നെ ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. സോ അവിടെ നമ്മളെല്ലാവരും കൂടെ കയറിയിട്ടുണ്ട് മുട്ട അടിക്കാനായിട്ട്. ഞാൻ മുട്ട അടിക്കുന്നില്ല, അവരൊക്കെ മുട്ട അടിക്കുന്നുണ്ട്. സോ എല്ലാവരും താഴത്തേക്ക് കയറിയിട്ടുണ്ട്. കേശുവിനെ നമ്മൾ കുറേ നേരം ഇരുത്തി നോക്കി. ചെമ്മൻ ചെയ്ത് അവൻ മുട്ട അടിക്കാനായിട്ട് സമ്മതിക്കുകയില്ല, ഇരിക്കുകയില്ലായിരുന്നു. ഫോണൊക്കെ കാണിച്ചു കൊടുത്തു, എങ്കിലും അവൻ ഇരിക്കത്തില്ല. അപ്പം ചേട്ടൻ അടുത്തായിട്ട് മുടി വെട്ടാനായിട്ടിരുന്നു കേട്ടോ. മധുരയിൽ നമ്മൾ പിറ്റേ ദിവസം തന്നെ പഴനിക്ക് പോയെങ്കിലും ഇപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ കുറേ താമസിച്ചു പോയി ഗൈസ്, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മൾ കേശുവിനെ ഇരുത്താനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ജന്മം ചെയ്താൽ ഇരിക്കുകയില്ല മുടി വെട്ടാനായിട്ട്. അപ്പോൾ അതാ നമ്മൾ കുറേ നേരമൊക്കെ ട്രൈ ചെയ്തു. അവൻ്റെ ഫോണൊക്കെ കയ്യിൽ കൊടുത്തു, അവൻ സമ്മതിച്ചില്ല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ മുട്ട അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഫാമിലിയിലെ മുട്ടകളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനിടയിൽ കാത്തൂൻ്റെ സോങ് വെച്ചു കൊടുത്ത് നമ്മൾ കേശുക്കുട്ടൻ്റെ തലയും മുട്ടയടിപ്പിച്ചു ഗൈസ്. മുട്ടയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അപ്പം മുട്ടയും കൊച്ചുമുട്ടയും ബാക്കി എല്ലാ മുട്ടകളും ദേ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊരു മുട്ട ദേ കണ്ണാടിയൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നു. നമുക്ക് പഴനിമല കയറാം. മുട്ടയെല്ലാം അടിച്ചു കഴിഞ്ഞാൽ കേട്ടോ എല്ലാവരും. പഴനിമല ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ഫോൺ അലൗഡ് അല്ലായിരുന്നു. പിന്നെ നമ്മൾ ആനപ്പാത വഴിയാണ് പഴനിമല കയറിയത്. മറ്റേ പടികളിൽ എന്തോ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. സോ ബൈ ഗൈസ്.